our channel Disha Malayali YouTuber. നമുക്ക് എല്ലാവർക്കും നല്ല തിളക്കവും ഹെൽത്തി ആയിട്ടുള്ള ഹെയർ വളരെയധികം ഇഷ്ടമാണല്ലേ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അത്തരത്തിൽ നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും മുടിയെ സോഫ്റ്റ് ആക്കാനും മുടി തഴച്ചു വളരാനും സഹായിക്കുന്ന ഒരു അമേസിംഗ് ഹെയർ പാക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ഈ ഒരു ഇൻഗ്രീഡിയൻസിന്റെ ഒരു കൂട്ട് അതാണ് നമുക്ക് ഈ ഒരു മെയിൻ ആയിട്ട് ഒരു റിസൾട്ട് തരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പാക്ക് യൂസ് ചെയ്യുക, അങ്ങനല്ല. നമ്മൾ ആ പാക്കിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് അതിന്റെ ആ ഒരു മിക്സിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സൂപ്പർ പാക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് ചെമ്പരത്തിയാണ്. അപ്പൊ നിങ്ങൾക്ക് ചെമ്പരത്തിയുടെ ഇല എടുക്കാം, പൂവെടുക്കാം, രണ്ടും ഒരുമിച്ചോ അല്ലെങ്കിൽ ഓരോന്നായിട്ട് മാത്രമോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടുന്നത് അലോവേരയാണ്. ഫ്രഷ് ആയിട്ടുള്ള അലോവേര തന്നെ എടുക്കുക. അപ്പൊ ഇത് ഞാനിവിടെ ഒരു ഫുൾ ലീഫ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അളവെന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ മുടിക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതനുസരിച്ച് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് തേങ്ങയാണ്. ഓക്കെ, അതും ആവശ്യാനുസരണം എടുക്കുക. ചിരകിയ തേങ്ങ അല്ലെങ്കിൽ ഇതുപോലത്തെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഈ വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ആദ്യം അലോവേരയുടെ ആ ഒരു ജെൽ എടുക്കുക. എങ്ങനെ എടുക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാലോ. ഇനി ഫ്രഷ് ആയിട്ടുള്ള അലോവേര കിട്ടാത്തവർക്ക് ഇതിന് പകരമായിട്ട് തൈര് എടുക്കാം, നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ അതെടുക്കാം, അവക്കാഡോ എടുക്കാം, ഫ്ലാക്സ് സീഡിന്റെ ജെൽ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് അലോവേരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഫുള്ളായിട്ട് അലോവേരയുടെ ആ ഒരു ജെൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ മുടിയെ നല്ല സോഫ്റ്റ് ആക്കാനും മുടിക്ക് നല്ല തിളക്കം നൽകാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സൂപ്പർ ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. നല്ല ഡ്രൈ ഹെയർ ഉള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്കാണിത്. അപ്പൊ ഇതിൽ നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പൊ തേങ്ങയിൽ നിറയെ ഓയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് പ്രത്യേകമായിട്ട് ഓയിലോ അല്ലെങ്കിൽ നമ്മൾ തലയിൽ ഓയിലോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ മുടി നല്ല രീതിയിൽ തന്നെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ വെറുതെ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. നമ്മൾ ഷാമ്പു ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ചെമ്പരത്തിയുടെ ഇല ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു പാക്കിന്റെ ഈ ഒരു മിക്സിൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വേറെ വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്കിതൊരു തുണിയിൽ ആക്കിയിട്ട് നമുക്കിതൊന്ന് പിഴിഞ്ഞ് എടുക്കണം. കാരണം ആ ചെമ്പരത്തിയുടെ ആ ഒരു തണ്ടുണ്ടല്ലോ, അതിനകത്ത് അത് നമ്മൾ എത്ര അരച്ചാലും അതിന്റെ ആ ഒരു പൊടി ഉണ്ടാവും. നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ പോത്തില്ല. കുറേ വെള്ളം ഒഴിച്ച് കുറേ നേരം കഴുകണം, എന്നാലും ചിലപ്പോൾ പൊടി പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അരിച്ച് തന്നെ എടുക്കുക. കഴുകി ഒരുപാട് കഴുകി അങ്ങനെ മെനക്കെടാനൊന്നും പറ്റാത്തവർക്ക് അത് അരിച്ചെടുത്ത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു കൊത്തൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ അത് അരിച്ച് തന്നെ എടുക്കണം. നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് ക്ലീൻ ആയിട്ടുള്ള സ്കാൽപ്പിലും മുടിയിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓയിൽ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് നമ്മൾ നല്ലൊരു കണ്ടീഷണർ ഇട്ട ഒരു ഫീൽ ആയിരിക്കും നമുക്ക് നമ്മുടെ മുടിക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അമേസിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നമ്മുടെ മുടിക്ക് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ ഹെയർ കാണിക്കുമ്പോഴത്തേക്കും എല്ലാവരും എൻ്റെ അടുത്ത്, ഞാൻ എന്ന് കാണിച്ചാലും എനിക്ക് വരുന്ന കമന്റ്സ് ആണ്, മുടിക്ക് ഇത്രയും തിളക്കം കിട്ടിയത് എങ്ങനെയാണ്, എന്താണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ്. സത്യത്തിൽ എൻ്റെ മുടി നേരത്തെ ഇത്രയും ഷൈനിങ് ആയിട്ടുള്ള ഒരു ഹെയറേ ആയിരുന്നില്ല. ഞാൻ ഈ പറയുന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ മുടിക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പക്കാ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. ഒട്ടും തന്നെ കെമിക്കലോ ഒന്നും ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് അല്ല ഇത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ തന്നെ റിസൾട്ട് ഉണ്ടാവും. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കി എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് വെക്കുക. 30 മിനിറ്റ്സിന് ശേഷം വെറുതെ വെള്ളത്തിൽ കഴുകി കളയുക. ഷാമ്പു ഒന്നും ഇടരുത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഷാമ്പു ചെയ്തിട്ട് കണ്ടീഷണർ ഒക്കെ അപ്ലൈ ചെയ്യില്ലേ, ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ മുടി കിട്ടുന്നത്. മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, നല്ല അടിപൊളി ഷൈനിങ് ആയിരിക്കും മുടിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പൊ ഞാൻ ഈ പാക്ക് ഇട്ടിട്ട് ഹെയർ ഒക്കെ ഡ്രൈ ആക്കിയതിന് ശേഷമുള്ള ഒരു റിസൾട്ടാണിത്. അപ്പൊ ഈ പാക്കുകളും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ എന്റെ മുടിയുടെ ഇപ്പൊ ടിപ്പിലൊക്കെ എന്റെ മുടി കുറച്ച് ഡ്രൈ ആയിരുന്നു. അപ്പൊ അതൊക്കെ ഇപ്പൊ നന്നായിട്ട് മാറി വരുന്നുണ്ട്. മുടിയുടെ ടിപ്പും ഒക്കെ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമല്ലേ, മുടിയുടെ താഴോട്ട് വരുന്തോറും ഇങ്ങനെ ചകിരി പോലെ ഇരിക്കും. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് ഇതൊക്കെ വളരെ നല്ലതാണ്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടണം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.